ഇതില് ഇവിടെ ഇങ്ങനെ ജോയിന്റിങ് വർക്കുകൾ ഇനി നടക്കാനുണ്ട്. അപ്പൊ ആ റോഡിന്റെ ഭാഗത്ത് മണ്ണ് നിറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇത് കടൽ മണ്ണാണെന്ന് തോന്നുന്നത്. ഇങ്ങനെ കാപ്പിരിക്കോടാണ്. കാപ്പിരിക്കോട് മലപ്പുറം ജില്ലേന്റെ അവസാന ഭാഗം അവസാനിക്കുന്ന ഭാഗം ഇവിടെ നമുക്ക് കാണാം. ഇവിടുന്ന് അങ്ങോട്ട് ക്രാഷ് ബാരിയറിന് പെയിന്റ് ചെയ്തിട്ടില്ല, കാണാം. ഇവിടെ ഒരു ടാറിങ്ങിന്റെ ഭാഗത്ത് തന്നെ കുറച്ചൊരു കളർ മാറ്റം നിങ്ങൾ കാണുന്നുണ്ടോ തോന്നുന്നു. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടാണ് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള റീച്ച് തുടങ്ങുന്നത്. ഇവിടുന്ന് നമ്മൾ മന്നലാംകുന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളിലേക്ക്, ചാവക്കാട് ഭാഗങ്ങളിലേക്ക് അങ്ങോട്ടാണ് പോകുന്നത്, തിരുവത്ര അങ്ങോട്ടുള്ള ഭാഗത്തേക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകളിലേക്ക് പോയി നോക്കാം. എന്തൊക്കെയാണോ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, എവിടേക്കാണ് ഇനി വർക്കുകൾ നടക്കാനുള്ളത് നോക്കാം. അപ്പൊ ഞാൻ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. പെരിയമ്പലം എന്ന് പറഞ്ഞ ഭാഗത്താണ്. ഇവിടെ കാണാൻ നമുക്ക് ക്രാഷ് ബാരിയറിനൊന്നും പെയിന്റ് ചെയ്തിട്ടില്ല, ലൈൻ മാർക്കിംഗ് ഒന്നും കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കാണ്. ഇവിടെ അണ്ടത്തോട് ഭാഗത്ത് വരുന്ന ഒരു അണ്ടർപാസ് ഉണ്ട്. ആ അണ്ടർപാസിന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്ത് ഇപ്പൊ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് നിറക്കുന്ന വർക്കുകളാണ് നടക്കുന്നത്. ഇവിടേക്ക് ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ഇനി നടക്കാനുണ്ട്. ക്രാഷ് ബാരിയറിന് കമ്പികൾ ഇങ്ങനെ പൊക്കി വെച്ച് കാണാം നമുക്ക്. ഇവിടെയൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. ഇവിടെ സെൻട്രൽ ഭാഗത്ത് ഇവിടെ ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ട് കമ്പിയൊക്കെ പൊക്കി കിടക്കുന്നത് കാണാം. ഇവിടെയൊക്കെ ഈ കാണുന്നതൊക്കെ ഹൈറ്റ് കുറവാണ്. ഇങ്ങനെ ആകുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് എന്താ പറഞ്ഞാൽ, ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്കൊക്കെ നമുക്ക് രാത്രി കാലങ്ങളിലൊക്കെ വാഹനങ്ങളുടെ ലൈറ്റൊക്കെ നമ്മുടെ കണ്ണിലേക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ചില ഭാഗത്തൊക്കെ നമ്മുടെ പാണ്ഡികശാല ഭാഗത്തൊക്കെ വീണ്ടും ഇതിൻ്റെ മുകളിൽ വീണ്ടും കോൺക്രീറ്റ് ചെയ്ത് ഇത് ഹൈറ്റ് കൂട്ടുന്ന ഒരു വർക്കൊക്കെ കണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴെ തന്നെ ഈ സമയത്ത് തന്നെ ഇവർക്ക് ഇത് ഹൈറ്റ് കൂട്ടി ചെയ്യായിരിക്കും വളരെ നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇനി അണ്ടത്തോട് അണ്ടർപാസിൻ്റെ അങ്ങോട്ടാണ് കാണിക്കാൻ നിൽക്കുന്നത്. ആ ഭാഗത്തേക്ക് പോയി നോക്കാം. അവിടെയൊക്കെ മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല വെയിലാണ് ഇന്ന്, നല്ലൊരു കാലാവസ്ഥയും കൂടെയാണ്. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, നല്ല വെയിലായിരിക്കും, ചില സമയത്ത് നല്ല മഴയായിരിക്കും. ഇവിടെ കാണാം, ഇതൊക്കെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറാണ്. റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്ത് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് കാണാം. രണ്ടും കൂടെയുള്ള ഡിഫറൻസ് ഇത്രയും ഭാഗത്തുള്ള ഗ്യാപ്പ് ഒരു 12 ഇഞ്ചോളം താഴ്ന്നിട്ടാണ് ഇവിടെ നിന്നൊക്കെ വരുന്ന ഈ ക്രാഷ് ബാരിയർ. അങ്ങനെയുള്ള ഒരു മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകൾ രണ്ട് സൈഡിലും കഴിഞ്ഞിട്ടുണ്ട് കാണാം. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ വാഹനങ്ങൾ നല്ല രീതിയിൽ സർവീസ് റോഡിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോയി നോക്കാം, അണ്ടത്തോട് അണ്ടർപാസിന്റെ താഴ്ഭാഗത്തേക്ക്. അപ്പോൾ നമ്മൾ ഈ വഴിയാണ് ഇപ്പോൾ വന്നത്. ഇതാണ് നമ്മുടെ അണ്ടത്തോട് വരുന്ന അണ്ടർപാസിന്റെ വർക്കുകൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള സെൻറ്റർ ഭാഗത്തുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ജോയിൻറ്റ് ചെയ്തിട്ടില്ല. ജോയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ ഇനി നടക്കാനുണ്ട്. ആ ഭാഗത്തും ജോയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ നടക്കാണ്ട്. ഇവിടെ കുറച്ച് വാഹനങ്ങൾ ഇതിലൂടെ പോകുന്നുണ്ട്. കുറച്ച് വാഹനങ്ങൾക്ക് ഇതിൽ തിരിഞ്ഞു പോകണം എന്നുള്ള ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ തൂണിലൊക്കെ നിറയെ പോസ്റ്റർ ഒട്ടിച്ച് ആകെ വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ താഴ്ഭാഗത്തും കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ടാറിങ് ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഇളകി കിടക്കുകയാണ്, മണ്ണും ചെളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇവിടെ കുറേ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, അത്രയാണുള്ളത് കാണുന്നത്. ഇവിടെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആളുകൾക്കൊക്കെ വന്ന് നിൽക്കാൻ നല്ലൊരു തണലുള്ള സ്ഥലമായിട്ടുണ്ട്. വേറെ ഒരു മാറ്റങ്ങളൊന്നും കാണുന്നില്ല. മീൻ കച്ചവടമാണ് മെയിനായിട്ട് എല്ലാ ഭാഗത്തും. നമ്മൾ പൊന്നാനി ഭാഗത്ത് കണ്ടതും ഇതുപോലുള്ള അണ്ടർപാസിന്റെ ഉള്ളിലൊക്കെ മീൻ കച്ചവടമാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ കുറച്ച് വീതി കൂടുതലുണ്ട്. ഇവിടെ പഴയ റോഡാണ്, അതുകൊണ്ടാണ് ഇവിടെ ഡ്രൈനേജിന്റെ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇനി സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ
ക്ലിയർ ചെയ്ത് വരാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ മണ്ണ് ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത്. കുറച്ച് ഭാഗത്ത് ഈ കാണുന്ന ടാറിങ് പറഞ്ഞ പഴയ റോഡാണ്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ അണ്ടത്തോട് അണ്ടർപാസ്. അപ്പോൾ അണ്ടർപാസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴും ഒരു സൈഡിൽ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വാള് കെട്ടാനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇങ്ങനെ കട്ട വെച്ച്, ഈ കട്ടല്ല, ഇവിടെ ഒരു സ്ലാബുകളാണ് ഉപയോഗിക്കുന്നത്. ഈ സ്ലാബ് വെക്കാന്ന് തുടക്കട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ എന്താണെന്ന് അറിയില്ല, എവിടുന്ന് വന്നതറിയില്ല. കുറേ കക്കാത്തോടൊക്കെ ഉള്ള ഒരു മണല്. ഇത് ഇവിടുന്ന് കോരി എടുത്തതാണോ അതോ അറിയില്ല കേട്ടോ, അതോ കടൽ പ്രദേശത്ത് നിന്ന് എവിടുന്ന് കൊണ്ടുവന്ന് വെച്ച പോലെ ഉണ്ട്. എന്തിനാണെന്ന് അറിയില്ല ഇങ്ങനെ മണ്ണ്. അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ വളരെ പ്രയാസമാണ്. ഈ ഭാഗത്തു നിന്നുള്ള റോഡ് വർക്ക് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് റോഡ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ കട്ട റോഡ് പോലെയാണ്, ചാടിയൊക്കെയാണ് പോകുന്നത്. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഒരു 100 മീറ്റർ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് ടാറിങ്ങുകൾ അധികം കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ചാവക്കാട് വരെയൊക്കെ ഏകദേശമൊക്കെ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ഭാഗത്തൊക്കെ വർക്കുകൾ വളരെ മോശമാണ്. പൊതുവേ ഉള്ളൊരു അഭിപ്രായം കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ മന്നലാംകുന്ന് ഭാഗത്ത് വരുന്ന ഒരു ചെറിയൊരു ബൈപ്പാസാണ് ഇത്. ഈ ബൈപ്പാസിൽ ഭാഗത്തൊക്കെ ഇനി സൈഡിൽ ക്രാഷ് ബാരിയറിന് പെയിൻറ്റിങ് ചെയ്യാനുണ്ട്. ഫിനിഷിങ് വർക്കുകൾ ഒരുപാടുണ്ട്. മണ്ണുകളൊക്കെ റോട്ടിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങിയൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ലൈറ്റിൻ്റെ കാലുകൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ലൈറ്റൊന്നും വർക്കുകളൊന്നും മറ്റൊന്നും ചെയ്ത് കാണുന്നില്ല. ഇവിടെ നിന്നൊക്കെ മുന്നോട്ടുള്ള ഭാഗത്തൊക്കെ ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ ടാറിങ് ഉണ്ടാവും. കുറച്ച് ഭാഗത്ത് ടാറിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു 50 മീറ്റർ ടാറിങ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് ചാവക്കാട് വരെ. പിന്നെ അങ്ങോട്ട് കൊടുങ്ങല്ലൂർ എറണാകുളം ഭാഗത്തേക്കൊക്കെ അധിക ഭാഗത്തും ടാറിങ് കഴിഞ്ഞിട്ടില്ല, വർക്ക് കഴിഞ്ഞിട്ടില്ല. മഴ കാരണമാണെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ പോയി നോക്കാം. മന്നലാംകുന്ന് ചെറിയ ബൈപ്പാസ് കഴിഞ്ഞ് വരുമ്പോൾ മുന്നിൽ വരുന്ന ഒരു ഭാഗത്തുള്ള കാഴ്ചയാണ് ഇത്. ഇനി പുന്നയൂർ ഭാഗത്തേക്ക് വരുന്ന ഒരു അണ്ടർപാസ് ഒക്കെ വരുന്നുണ്ട്. ആ ഭാഗത്തേക്ക് കയറി പോകുന്ന ഒരു ചെറിയൊരു റാമ്പ് പോലെയുള്ള രീതിയിലാണ് ഇവിടുത്തെ റോഡ് വരിക. അപ്പോൾ ആ റോഡിൻ്റെ ഭാഗത്ത് മണ്ണ് നിറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഇത് കടൽ മണ്ണാണെന്നും തോന്നുന്നത്. ഇങ്ങനെയുള്ള മണ്ണ് കൊണ്ട് വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വാർത്തകളൊക്കെ കേട്ടിരുന്നേ. കണ്ടില്ലേ, കക്കാത്തോട് നിറയെ കക്കാത്തോടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി മണ്ണ് നിറച്ചുള്ള വർക്കുകളാണ് നടക്കാനുള്ളത്. അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ വർക്കൊന്നും കാണുന്നില്ല. വർക്കേഴ്സിനൊന്നും ഇവിടെ കാണുന്നില്ല. ഇവിടെ ഈ കാണുന്ന ഒരു വണ്ടി മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ മണ്ണ് നിറച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ കുറച്ച് ഉയർന്ന ഭാഗമായിട്ട് കാണുന്നുണ്ട്. സ്ലാബുകളൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പുന്നയൂർ ഭാഗത്തേക്ക് പോയി നോക്കാം. പുന്നയൂർ എത്തുന്ന മുന്നുള്ള ഒരു അണ്ടർപാസാണ് ഭദ്രപ്പള്ളി ഭാഗത്ത്. ഇതും ഇതുപോലെ നേരത്തെ കണ്ട ഒരു അണ്ടർപാസ് പോലെ തന്നെയാണ്. ഇവിടെ ജോയിൻറ്റിങ് വർക്കാണ് നടക്കാനുള്ളത്. താഴ്ഭാഗത്തൊക്കെ മണ്ണായി കിടക്കാനാണ്, വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. അണ്ടർപാസിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ലാബൊക്കെ ഇട്ട് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ മറ്റു വർക്കുകളൊന്നും കാണുന്നില്ല. ഇവിടെ അങ്ങനെ അധികം ആളുകളൊന്നും കാണുന്നില്ല. അല്ല, ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ അധികം വണ്ടികൾ പാർക്ക് ചെയ്ത് ആകെ കാണാറുള്ളത്. മറ്റുള്ള ഭാഗത്തൊക്കെ നമ്മൾ കണ്ടത് കണ്ടില്ല. ഇവിടെ ഇങ്ങനെ ജോയിൻറ്റിങ് വർക്കുകൾ ഇനി നടക്കാനുണ്ട്. ഈ സൈഡിലും മഴ കാരണമാണെന്ന് തോന്നുന്നത്. ഇവിടെ വർക്കുകളൊന്നും എവിടെ അങ്ങനെ കാണുന്നില്ല. ഇവിടുന്ന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടുന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തൊക്കെ വർക്ക് കുറച്ച് സ്ലോ ആണ്. ഇനി ഇവിടെയൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. ഈ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് പൈപ്പിൻ്റെ വർക്കുകൾ, പെയിൻറ്റിങ്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്.
ഈ ഭാഗത്തേനെ ക്രഷ് ബാരിയറിന്റെ വർക്കുകൾ ഇനിയും കംപ്ലീറ്റ് ആക്കാനുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ മുകളിൽ നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തു നിന്നാണ് നേരത്തെ നമ്മൾ മണ്ണ് നിറച്ചതൊക്കെ കണ്ടത്. ആ ഭാഗത്ത് ഇനി മണ്ണ് നിറച്ച് കൊണ്ടുവരാനുണ്ട്. ആ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. ക്രഷ് ബാരിയറിന്റെ വർക്കുകൾ വരെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ടുള്ള ഭാഗത്തേക്ക് പോയി നോക്കാം. ബദർപ്പള്ളി അണ്ടർപാസ് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വീണ്ടും സർവീസ് റോഡിലൂടെ പോകുമ്പോൾ സർവീസ് റോഡിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ചാടിയുള്ള ഒരു യാത്രയാണ്. അധിക വാഹനം എന്നുള്ള മുഴുവൻ വാഹനങ്ങളും സർവീസ് റോഡിലൂടെ തന്നെയാണ് പോകുന്നത്. മുകളിൽ എവിടെയും തുറന്നു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതിലുള്ള യാത്രകൾ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇനി മുന്നോട്ടാണ് പോകാനുള്ളത്. പുന്നയൂർ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ കാണാം നമുക്ക് റോഡിന്റെ സൈഡിലൊക്കെ മണ്ണുകൾ കൂടി കിടക്കുക. അതുപോലെ ടാർ ചെയ്ത ഭാഗം തന്നെ പൊട്ടിപ്പോയിട്ടുണ്ട്. വലിയ കണ്ടെയ്നർ ലോറികൾ ഇങ്ങനെ പോയിട്ട് വേണ്ടത്ര ക്വാളിറ്റിയിൽ ടാർ ചെയ്യാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, സർവീസ് റോഡ് പൊളിഞ്ഞിട്ടുണ്ട് അധിക ഭാഗത്തും. അപ്പോൾ ഇതിലൂടെ പൊടി അടിച്ച് പോവേണ്ടി വരും. ഇതിലൂടെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാനാണ്. അപ്പോൾ നമുക്ക് പുന്നയൂർ ഭാഗത്തേക്ക് പോയി നോക്കാം. ആ ഭാഗത്ത് എത്രത്തോളം വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മളെ ഈ സർവീസ് റോഡിന്റെ ഒരു അവസ്ഥ. ആംബുലൻസ് പോലും നല്ല രീതിയിൽ പോകാൻ പറ്റാതെ പൊടിയടിച്ച് ബുദ്ധിമുട്ടായി കിടക്കുകയാണ്. പെട്ടെന്ന് വർക്ക് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. പുന്നയൂർ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പുന്നയൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരുപാട് വർക്കുകൾ ഇവിടെ നടക്കാനുണ്ട്. നമുക്ക് കാണാം ഇവിടെ ക്രാഷ് ബാരിയറിനൊന്നും വർക്ക് കഴിഞ്ഞിട്ടില്ല. റോഡിന്റെ വർക്ക് തന്നെ ഫുള്ളായിട്ടില്ല. ഒരുപാട് വർക്കുകളുണ്ട്. ഈ ഹോസ്പിറ്റലൊക്കെ വരുന്ന ഭാഗത്ത് ഇനി ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. ഈ ഭാഗത്തൊക്കെ മണ്ണിങ്ങനെ കുറന്ന് കൂട്ടിയതുപോലെ കിടക്കുകയാണ്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ക്രാഷ് ബാരിയറിന്റെ വർക്ക് വരാനുണ്ട്. സർവീസ് റോഡിന്റെ വർക്ക് വരാനുണ്ട്. എന്താണെന്നറിയില്ല. ഇവിടെ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ എടുക്കാൻ വന്ന സമയത്തും ഇതുപോലെ തന്നെ ആയിരുന്നു. വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പൊ കുറച്ച് മണ്ണുകൾ ഇവിടെ കുറന്ന് കൂട്ടിയതാണ് കാണുന്നത്. ഇവിടെ സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കാണാം. നമുക്ക് മെറ്റൽ ചെയ്ത പോലെയാണ്. വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. വാഹനങ്ങളൊക്കെ ഏത് വഴിയാണ് പോകേണ്ടതെന്ന് അറിയാത്ത പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആണ് പോകുന്നത്. അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ സെൻറ്റർ ഭാഗത്തേക്ക് കയറിയതിന് ശേഷം ഇവിടുന്ന് ഈ സൈഡിലേക്കുള്ള റോട്ടിലേക്ക്, ഇടത് ഭാഗത്തുള്ള റോട്ടിലേക്കാണ് പോകുന്നത്. നേരെ തൃശ്ശൂർ ഭാഗത്തേക്ക്, ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സർവീസ് റോഡിലൂടെ ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോകുന്നുണ്ട്. അവിടെ ഒരു പാലം വരുന്നുണ്ട്, അണ്ടർപാസ് വരുന്നുണ്ട് തോന്നുന്നത് ആ ഭാഗത്ത്, പുന്നയൂർ അങ്ങോട്ട് വരുന്ന ആ ഭാഗത്ത്. അപ്പോൾ അവിടെ ഒന്നും മണ്ണ് ഇങ്ങനെ കൂട്ടി കിടക്കാന്നല്ല, അവിടെ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അതാണ് ഇവിടെ കണ്ടൊരു പുതിയൊരു കാഴ്ചയാണ്. കണ്ടില്ലേ ഈ ലൈറ്റ് കൊടുത്തത്? പോസ്റ്റിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ലൈറ്റുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ഇങ്ങനെ കത്തുന്നുണ്ട്. ഇത് ഹൈവേന്റെ വർക്കാണോ അതോ ഇവിടെയുള്ള പഞ്ചായത്തിന്റെ ഇങ്ങനെ മുനിസിപ്പാലിറ്റിന്റെ വർക്കാണോന്ന് അറിയില്ല. ഇവിടെയൊക്കെ വലിയ ഒരു ലൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ കത്തിക്കൊണ്ട് നിൽക്കുന്ന കാണാം. കത്തിയിട്ടാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, 1 മണിക്കാണ് അത് കത്തുന്നത്. അവിടെയൊക്കെ പോസ്റ്റിൽ ഇങ്ങനെ ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാപ്പിരിക്കോട് മുതൽ പുന്നയൂർ വരെയുള്ള പുതിയ മാറ്റങ്ങൾ. ഇതാണ് വർക്കുകൾ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.